സാധാരണ ഞാൻ കറി വെക്കാൻ നേരം പോയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കിഴങ്ങ് ഇതിന്റെ ചോട്ടിന്ന് ഇങ്ങനെ മാന്തി മാന്തി എടുക്കുവായിരുന്നു ചെയ്യുന്നതേ. അപ്പൊ കഴിഞ്ഞ ദിവസം ഒന്ന് മാന്താൻ ചെന്നതാണ്. നോക്കിയപ്പോ ഒരു സ്ലഗ് ഫാമിലി മുഴുവനും കേറിയിരുന്ന് നമ്മുടെ കിഴങ്ങിനെ ശാപ്പിടുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പത്തേന് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അതിനെ അവിടെ നിന്ന് നിർത്തിയേക്കാനായിട്ട്. പക്ഷെ അതായിട്ടില്ല കേട്ടോ. എന്നിട്ടും എനിക്ക് അങ്ങ് പറിച്ചെടുക്കാൻ അങ്ങ് തോന്നിപ്പോയി. അങ്ങനെ പോയിട്ട് ഞാൻ മാന്തുകയാണ്. പ്രതീക്ഷേട്ടൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എന്നെ വഴക്ക് പറയും. "നീ എന്തിനാ ഇപ്പഴേ എടുത്തതെന്ന്" ചോദിച്ചോണ്ട്. എന്തായാലും ഞാനതിനെ അങ്ങ് പിഴുത് എടുക്കുവാണ്. മുഴുവനും ഒന്നും മണ്ണ് മാറ്റി എടുക്കുന്നില്ല ട്ടോ. എൻ്റെ കൈ ഇങ്ങനെ വെരകി കഴിയുമ്പോ എന്തൊക്കെയാണോ വരുന്നത്, അതിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ നാട്ടിൽ പോവാൻ ഇനി അധികം നാളൊന്നുമില്ല. അപ്പൊ അതുവരെയുള്ള ഒരു ഉപയോഗത്തിനുള്ളത് മാത്രം ഒന്ന് എടുക്കാണ്. ബാക്കി ഇതിന്റെ കീഴ്പോട്ട് ഇനിയും കാണും. സാധാരണ ഈ കിഴങ്ങുണ്ടല്ലോ പരുവാകുമ്പഴത്തേന് ഇതിന്റെ ഇലയും തണ്ടും എല്ലാം ഉണങ്ങി കിഴങ്ങ് ഇതിന്റെ എന്താ പറയാ വേരീന്ന് തനിയെ അങ്ങ് വിട്ടു പോയിട്ട് നമ്മൾ ഈ മണ്ണിൽ എന്തേലുമൊക്കെ കുഴിച്ചിടത്തില്ലേ അതേമാതിരിയാണ് ഈ കിടക്കുന്നത്. അപ്പം ഇതിന്റെ കീഴ്പോട്ടൊക്കെ ഇനിയും കാണും. അപ്പൊ അതൊക്കെ അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആവശ്യമുള്ളത് മാത്രം ഒന്ന് എടുക്കുകയാണ്. ഇതിപ്പം നമ്മൾ ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാന്തി എടുക്കുന്നത് കൊണ്ട് ഒരുപാടൊന്നും കാണത്തില്ലെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ടോ. ആകെ 3 മൂടാണ് ഞാനിപ്പം മാന്തുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് കിട്ടി കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ മാന്തി എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അതും കൂടെ നോക്കുമ്പഴത്തേനും നല്ലൊരു എമൗണ്ട് കിഴങ്ങ് അതിന്റകത്തീന്നുണ്ടായിരുന്നു. എന്തായാലും ദാ ഇത്രയൊക്കെ കിഴങ്ങ് നമുക്ക് ഇതിന്റകത്തീന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മള് പോണത് വരെയൊക്കെ ഉപയോഗിക്കാനുള്ള കിഴങ്ങ് ഇത് മതിയാകും. അതും കൊണ്ട് അപ്പം ഞാനിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കൊണ്ട് വെക്കട്ടെ. ഇതാണ് നമ്മുടെ കിഴങ്ങ് വിളവെടുപ്പ്.